നമസ്കാരം. ഇപ്പൊ ന്യൂസ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, രാഹുൽ ഈശ്വർ, രാഹുൽ ഗാന്ധി, ഈ രാഹുൽ 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 അല്ലാതെ ഈ ന്യൂസ് ചാനലുകാർക്ക് വേറെ ഒന്നുമില്ലേ കൊടുക്കാൻ? രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലേ എന്നതിലേക്ക് ഞാൻ പോകുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ ന്യൂസ് ചാനൽക്കാരെല്ലാം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇത്രയും അധികം ഉയർത്തിയത് ന്യൂസ് ചാനലാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വരുമ്പോൾ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കോൺഗ്രസ്സുകാർ എടുത്തിരുന്നതാണ് മുകേഷിന്റെ കേസ്. സത്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കിയത് CPIM DYF അത് മറ്റു പാർട്ടിക്കാരോ അല്ല, കോൺഗ്രസ് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ്. സ്ത്രീ വിഷയത്തിൽ അദ്ദേഹം പെട്ടു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇതിന് പിന്നിൽ കളിച്ചിട്ടുള്ളത് കോൺഗ്രസിലുള്ളവർ തന്നെയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു ഗ്രാഫ് വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് ആണ് ജയിക്കുന്നതെങ്കിൽ തീർച്ചയായും ഒരു മന്ത്രി കസേര കിട്ടേണ്ട ഒരു വ്യക്തിയാണ്. അത് ഒതുക്കാൻ വേണ്ടി കോൺഗ്രസിലെ മുതിർന്നവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം രാഹുലിന്റെ പിന്നിൽ ഗംഭീരമായിട്ടൊരു കളി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഷാഫിക്കെതിരെയും തിരിഞ്ഞിരിക്കുന്നത്. ഷാഫി, രാഹുൽ ഇവരെല്ലാം കോൺഗ്രസിന്റെ ഒരു യൂത്തും കഴിവുള്ള വ്യക്തികളാണ്. അവരൊതുക്കി മണ്ടന്മാരെ പൊക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് കളിക്കുന്ന ഒരു കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ മണ്ടന്മാർ വന്നു കഴിഞ്ഞാൽ മുമ്പിലിരിക്കുന്നവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മന്ത്രിയാകാൻ ചാൻസ് കിട്ടും. ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നതാണെന്ന് ആർക്കാണ് അറിയാത്തത്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കളി നടക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഒരിക്കൽ KPCC പ്രസിഡന്റിൽ നിന്ന് ആഭ്യന്തരമന്ത്രിയായ കഥയെല്ലാം അറിയുന്നതല്ലേ. ആ സമയത്താണല്ലോ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ കേസ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒരു തരം കളിയാണ്. അത് നിങ്ങൾ തിരിച്ചറിയണം. ഇതിൻ്റെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ട്. അത് എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ്സുകാർ തന്നെയായിരിക്കും. അവർ തന്നെ അവരുടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്.